ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുമുന്നണികളുടെയും ജയപരാജയങ്ങളെ ആശ്രയിക്കുന്നത് ബി.ജെ.പി. പിടിക്കുന്ന വോട്ടുകൾ എത്രയാണ് എന്നതിനെ സംബന്ധിച്ചാണ്. പ്രത്യേകിച്ച് കണ്ണൂരിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം ഇത്തവണ ഗണ്യമായി വർദ്ധിക്കും എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. രാജ്യത്താകമാനമുള്ള മോദി തരംഗം കണ്ണൂരിലുൾപ്പെടെ അലയടിക്കും എന്ന് നേതാക്കൾ ആത്മവിശ്വാസത്തോടുകൂടി പറയുകയും ചെയ്യുന്നുണ്ട്. കണ്ണൂരിൽ എൻ.ഡി.എയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്താണ്. ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രതീക്ഷ എന്തൊക്കെയാണ്? കണക്കുകൂട്ടിയതിൽ കൂടുതൽ വോട്ട് ഇത്തവണ എൻ.ഡി.എക്ക് ലഭിക്കുമോ? ഇത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്തൊക്കെയാകും? ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് നമ്മളോട് മനസ്സ് തുറന്നു തന്നെ സംസാരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരോടും നല്ല സൗഹൃദത്തോടുകൂടി മികച്ച പ്രവർത്തനം നടത്തി കണ്ണൂരിൻ്റെ ആകെ മനം കവർന്ന നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. കാസർഗോഡാണ് അദ്ദേഹം. കാസർഗോഡ് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റൊക്കെ ആയിരുന്നു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് കണ്ണൂരിലെത്തിയത്. പ്രവർത്തകരുടെ ആകെ മനം കവർന്ന അദ്ദേഹം ഈ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ടുള്ളത്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്ക് ലഭിക്കുന്ന വോട്ട് വിഹിതം, അതോടൊപ്പം തന്നെ സാധ്യതകൾ, ഇതൊക്കെ തന്നെ പറയും. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം ശ്രീ ശ്രീകാന്ത്. നമസ്കാരം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇരുമുന്നണികളുടെയും ജയപരാജയങ്ങളെ ആശ്രയിക്കുന്നത് ബി.ജെ.പി. പിടിക്കുന്ന വോട്ടുകളാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകം ബി.ജെ.പി. ആണെന്നർത്ഥം. അത് കണ്ണൂരിൽ പ്രത്യേകിച്ച്. എന്താണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതൊക്കെ അവലോകനം ചെയ്തപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ എന്തൊക്കെയാണ്? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, മുൻകാലങ്ങളിൽ പല തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ചർച്ച ബി.ജെ.പി. ആർക്ക് വോട്ട് നൽകി എന്നുള്ളതാണ്. ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ അതിന് വോട്ട് കച്ചവടം എന്നുള്ള രീതിയിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇരു മുന്നണികളും കണക്ക് കൂട്ടുന്നത് അവരുടെ വോട്ട് എത്ര ബി.ജെ.പിക്ക് കിട്ടി, എൻ.ഡി.ക്ക് കിട്ടി എന്നുള്ളതാണ്. അതിൽ അവർ ഇടത്ത് തപ്പുകയാണ്. സത്യത്തിൽ UDF-ന്റെയും LDF-ന്റെയും വോട്ട് ഗണ്യമായി എൻ.ഡി.എക്ക് കണ്ണൂർ ലോക്സഭയിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ കാലങ്ങളെ പോലെ ഇത്തവണ ഒരു എഴുതിത്തള്ളാവുന്ന ഒരു സ്ഥിതിയല്ല, എന്തും സംഭവിക്കാവുന്ന രീതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഈ കണ്ണൂരിലെ ജനങ്ങൾ നരേന്ദ്രമോദിക്കൊപ്പം അണിചേർന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ സാധിക്കും. ജൂൺ 4 തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അത് പ്രകടമാവുക തന്നെ ചെയ്യും. ഈ കഴിഞ്ഞ തവണ ഏതാണ്ട് 6% വോട്ട്, 69,000 വോട്ടാണ് കണ്ണൂരിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നത്. അതിൽ നിന്ന് നിങ്ങൾ നേരെ 1,00,000 മുകളിലേക്ക് പോകും എന്ന് വിലയിരുത്തി കഴിഞ്ഞു. ഉറപ്പായും 1,00,000 മുകളിലേക്ക് നിങ്ങളുടെ വോട്ട് വിഹിതം പോകുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? അതിനേക്കാളും കൂടും, ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് ഇതുവരെ കണ്ണൂരിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട്, വളരെ കൂടുതൽ വോട്ട് ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഒരു സംശയവുമില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എപ്പോഴും ബി.ജെ.പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കുറച്ച് കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 7 മണ്ഡലങ്ങളുടെ വോട്ട് വിഹിതം ഏതാണ്ട് 80,000 മുകളിലൊക്കെയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകുമ്പോൾ അത് കുറയുന്നു. കെ സുധാകരന് ബി.ജെ.പിയിൽ നിന്ന് ഒരു വോട്ട് ഒഴുകുന്ന ഒരു സാഹചര്യം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു എന്ന് നേരത്തെ വിലയിരുത്തിയ ഒരു കാര്യം കൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു സത്യമായിരുന്നില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പല കാര്യങ്ങളും ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായിട്ടുള്ള സാഹചര്യം അനുസരിച്ച് ബി.ജെ.പിക്ക് വോട്ട് വരികയും വരാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് ഇപ്പോൾ പറയാൻ സാധിക്കും, കെ സുധാകരൻ ഇതുവരെ കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള കേരള പൊതുസമൂഹത്തിൽ, രാഷ്ട്രീയ സമൂഹത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധ ഒരു പ്രതിരോധ ശക്തി എന്ന നിലയ്ക്ക്
മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രതിരോധിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലക്കായിരുന്നു പ്രതിഫലിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അതൊരു ഫാക്റ്റാണ്. കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ 2019 തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് അത് ഗുണം ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സുധാകരൻ അക്രമ രാഷ്ട്രീയത്തിനെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് താൻ എന്ന് പറയുന്നതിലോ ഒരു വാസ്തവവും ഇല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ആന്റി മാർക്സിസ്റ്റ് വോട്ട് എക്കാലത്തും പോകുന്നത് പോലെ ശ്രീ കെ സുധാകരന് പോയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കാരണം അദ്ദേഹം പറയുന്ന മാർക്സിസ്റ്റ് വിരോധം എന്ന് പറയുന്നത് വോട്ട് നേടാനുള്ള ഒരു ചെപ്പിടി വിദ്യ മാത്രമാണ്, അതിനുള്ള ഒരു മുദ്രാവാക്യം മാത്രമാണ്, പ്രസംഗത്തിൽ മാത്രമാണ് മാർക്സിസ്റ്റ് വിരുദ്ധതയുള്ളത്. വാസ്തവത്തിൽ അതല്ല എന്നുള്ളത് ജനങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഇനി അത് പറഞ്ഞു നടക്കാൻ കഴിയില്ല. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോട് കൂടിയിട്ട് മുന്നണിയാക്കിയിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ സഖ്യം ചെയ്യുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കാത്ത ഒരാളാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിന്റെ ഗുരുതരമായിട്ടുള്ള മൗനം, അത് കുറ്റകരമായിട്ടുള്ള മൗനം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. KPCCയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പിണറായി വിജയനെയോ അദ്ദേഹത്തിന്റെ സർക്കാരിനെയോ അദ്ദേഹത്തിന്റെ ജനദ്രോഹ നയങ്ങളെയോ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെയോ ശക്തമായിട്ട് എതിർക്കുന്നതിൽ ശ്രീ കെ സുധാകരൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് വിലയിരുത്തപ്പെടുന്നത്. ഒരു MP എന്ന നിലയ്ക്കും അദ്ദേഹം പരാജയമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ നേരത്തെ ഉണ്ടായതുപോലെ ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ വോട്ട്, ആ വോട്ട് നേടാൻ ഇത്തവണ സുധാകരന് സാധിക്കില്ല. ആ അർത്ഥത്തിൽ പൂർണ്ണമായിട്ട് പരാജയമാണ്, ഒരു സംശയം വേണ്ട. ഒരു പരാജയത്തിന്റെ എല്ലാ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുധാകരൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഇല്ല. ഒരു നോൺ പെർഫോമിംഗ് MP, ഒരു ഇടതുപക്ഷ വിരുദ്ധ വലിയ പ്രതിരോധം തീർക്കുന്ന നേതാവ് എന്നുള്ള പ്രതിച്ഛായ സുധാകരന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് നേട്ടമുണ്ടാകും. ഇത്തവണ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് മാറി വന്നിട്ടുണ്ട്. അതിനുശേഷം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും കോൺഗ്രസ്സുകാർ തന്നെ, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇത്തവണ NDAക്ക് അനുകൂലമായിട്ട്, BJPക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും സുധാകരന്റെ ഒരു UDFന്റെ ഒരു വലിയ പ്രതീക്ഷ ഈ BJPയിൽ നിന്ന് ഇത്തവണയും വലിയ തോതിലുള്ള ഒരു വോട്ട് തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അവർ കഴിഞ്ഞ യോഗത്തിലടക്കം വിലയിരുത്തിയ ഒരു കാര്യമാണ്. അത് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് താങ്കൾ. കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് ലഭിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് ലഭിക്കുന്നുണ്ടായിരുന്ന വോട്ട് ഇത്തവണ അത് കെ സുധാകരനല്ല, മറിച്ച് ശ്രീ C രഘുനാഥിനാണ് ലഭിച്ചിട്ടുള്ളത്, BJPക്കാണ് ലഭിച്ചിട്ടുള്ളത്, NDAക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഒരു തർക്കവും വേണ്ട. എണ്ണുമ്പോൾ വളരെ വ്യക്തമാകും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആന്റി മാർക്സിസ്റ്റ് വോട്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഇവിടെ സ്വൈരജീവിതം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ സുധാകരന് വോട്ട് ചെയ്തിട്ടുണ്ടാവും, കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഇന്ന് മാർക്സിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്നത് പൊള്ളയാണെന്ന് അവർ തിരിച്ചറിയുകയും അവർ BJPക്ക് വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പഴയതുപോലെ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ്, UDF അല്ലെങ്കിൽ LDF എന്ന സമവാക്യം മാറിയിരിക്കുന്നു. അത് കേരള രാഷ്ട്രീയത്തിൽ മാറുന്നു, കണ്ണൂരിലെ രാഷ്ട്രീയത്തിലും മാറുന്നുണ്ട്. അതിന്റെ പ്രകടമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് 4-ാം തീയതി കാണാൻ സാധിക്കും. ഈ SDPI ഇത്തവണ സജീവമായി തന്നെ UDFന് വേണ്ടി, പ്രത്യേകിച്ച് കണ്ണൂരിൽ ഒരു വീട് കയറിയുള്ള പ്രവർത്തനങ്ങൾ പോലും അവർ നടത്തിയിരുന്നു. പിന്തുണ വേണ്ട എന്ന് VD സതീശനും മറ്റും പറഞ്ഞപ്പോൾ പോലും കെ സുധാകരൻ ഒരു SDPയെ തള്ളിപ്പറയുന്ന രീതിയിലൊന്നും സംസാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു സ്ക്വാഡ് വർക്ക് അടക്കം നടത്തുകയും ചെയ്തിരുന്നു. ഇത് BJP തിരിച്ചറിഞ്ഞിരുന്നു. ഈ രീതിയിലുള്ള ഒരു പ്രചരണം BJP UDFനെതിരെയും നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ SDPIയുടെ പിന്തുണ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഈ കണ്ണൂരിലെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞതാണ്, ഈ SDPIയുടെ പിന്തുണ അത് നിരുപാധികമായിട്ടുള്ള പിന്തുണയല്ല.
KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ശ്രീ കെ സുധാകരന് നേതൃത്വം കൊടുത്ത് മുൻകൈ എടുത്ത് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ സഖ്യമാണ് കേരളത്തിൽ SDPIയുടെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കാൻ, UDFന് ലഭിക്കാൻ കാരണമായിട്ടുള്ളത് എന്ന് ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അത് വലിയ രീതിയിൽ അവർക്ക് ഒരർത്ഥത്തിൽ കുറച്ച് വോട്ടുകൾ കിട്ടുമ്പോഴും മറ്റൊരു വശത്ത് അത് തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് പരസ്യമായിട്ട് ഒരു നിലപാട് എടുത്തിട്ടുള്ളത്. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തന്ത്രം മാത്രമായിരുന്നു. അതിലും വളരെ തന്ത്രപരമായിട്ടുള്ള സമീപനമാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ കെ സുധാകരന് ഞങ്ങളുടെ ആരോപണത്തെ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു കെ സുധാകരനാണ് ഈ SDPIയുടെ സഖ്യത്തിന് മുൻകൈ എടുത്തിട്ടുള്ളത്, അത് സഖ്യമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ നിഷേധിച്ചില്ല. VD സതീശൻ പറഞ്ഞപ്പോഴും കെ സുധാകരൻ അക്കാര്യത്തിൽ ഒന്നും മിണ്ടിയില്ല. കെ സുധാകരന് വീണ്ടും ഈ SDPIയുടെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. ഈ SDPI പോലുള്ള തീവ്രവാദി സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ കോൺഗ്രസ് വോട്ട് തേടിയത് അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ ക്യാമ്പയിനിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതായിരുന്നു. കാരണം ഇത്തരം PFI പോലുള്ള നിരോധിത സംഘടനയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള SDPIയുടെ പിന്തുണയോട് കൂടിയിട്ട് ഇവിടെ വോട്ട് തേടുക, അവരുടെ വോട്ട് വാങ്ങുക, എന്നിട്ട് ജയിക്കുക, എന്നിട്ട് അധികാരത്തിൽ വരാൻ വേണ്ടി നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷതയെ, ഐക്യത്തെയും സുരക്ഷിതത്വത്തെയും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ഈ നാടിനെ സ്നേഹിക്കുന്ന ആരും തന്നെ ഈ സഖ്യത്തിന് അനുകൂലിച്ച് നിൽക്കില്ല. അവരൊക്കെ SDPI PFIയെ നിരോധിച്ച BJPയുടെ കൂടെ നിൽക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് SDPIയുടെ പിന്തുണ വന്നതോടുകൂടി പൂർണ്ണമായിട്ടും സുധാകരന് പൊതുസമൂഹത്തില് അദ്ദേഹത്തിന്റെ മുഖം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല, അത് തടഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. നേരത്തെ കേഡർ വോട്ടുകളാണ് BJPക്ക് കൃത്യമായി ലഭിക്കുന്നത്, പക്ഷേ അനുഭാവി വോട്ടുകളാണ് ഇത്തരത്തിൽ ചോർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് BJPയുടെ വളർച്ചയ്ക്ക് തന്നെ കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു വിഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ നേരത്തെ തന്നെ വിലയിരുത്തിയ കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അത്തരമൊന്നില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് നിങ്ങൾ. ഇത്തവണ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുള്ളത് CPMനും കോൺഗ്രസിനുമാണ്, UDFനും LDFനുമാണ്. ആ വോട്ട് ചോർച്ചയുടെ ഗുണഭോക്താക്കൾ NDA ആണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾക്കാണ് ആ വോട്ട് വന്നിട്ടുള്ളത്. പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരും CPMന് വോട്ട് ചെയ്യുന്നവരും ഇത്തവണ മാറി ചിന്തിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ വോട്ടർമാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പ്രകടമായിട്ടുള്ള ഒരു മാറ്റം രാഷ്ട്രീയ കേരളത്തിൽ കാണുന്നത്, കണ്ണൂരിലും പ്രകടമായിട്ടുള്ളത് ക്രൈസ്തവ സമൂഹത്തിലെ മാറ്റം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ ഞങ്ങളെ അകറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. വളരെ ചുരുക്കം ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ധാരാളം ആൾക്കാർ നരേന്ദ്രമോദിജിയെ അനുകൂലിച്ചുകൊണ്ട് വികസനത്തിന് വേണ്ടി, കണ്ണൂരിന്റെ ഈ വികസന ഇല്ലായ്മ പരിഹരിക്കാൻ വേണ്ടി NDA ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പ്രത്യേകമായിട്ട് സ്ക്വാഡുകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, കണ്ണൂരിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ക്രൈസ്തവ സഹോദരങ്ങൾ ഇത്തവണ പരസ്യമായിട്ട് തന്നെ NDAക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് വീടുകളിൽ കയറിയിട്ടുണ്ട്, പരസ്യ പ്രചാരണത്തിന് വന്നിട്ടുണ്ട്, അവരുടെ യോഗങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഇത്തവണ ക്രൈസ്തവ സമൂഹത്തിന്റെ അടുത്ത് ചെല്ലാനും അവരുടെ പൂർണ്ണ പിന്തുണ ലഭ്യമാക്കാൻ, അത് ഉറപ്പിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു മാറ്റം നമുക്ക് രാഷ്ട്രീയ രംഗത്ത് കാണാൻ സാധിക്കും. ഇന്നലെ വരെ LDFന്റെയും UDFന്റെയും കൂടെ മാത്രം ഉണ്ടായിരുന്ന വലിയൊരു വിഭാഗം ഇന്ന് മാറി ചിന്തിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കൂടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. താങ്കൾ കാസർഗോഡ് നിന്നുള്ള നേതാവാണ്. കാസർഗോഡ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. കാസർഗോഡ് 2 മണ്ഡലങ്ങൾ, മഞ്ചേശ്വരമായാലും കാസർഗോഡായാലും 2 മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്തുള്ള കക്ഷിയാണ്. നേരെ കണ്ണൂരിലേക്ക് വരുമ്പോൾ അത്രയൊന്നും ശക്തമല്ലാത്ത ഒരു ജില്ലയാണ് കണ്ണൂർ. ഈ കാസർകോട്ടെ പ്രവർത്തനവും കണ്ണൂരിലെ പ്രവർത്തനവും താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ കണ്ണൂർ തന്നെയായിരുന്നു. രണ്ട് ജില്ലകൾ തമ്മിലുള്ള പ്രവർത്തനത്തിന്റെ മാറ്റം ഏതെങ്കിലും തരത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ
കാസർഗോഡ് ജില്ലയിൽ മാത്രം പ്രവർത്തിച്ച ഒരാളാണ്. സംസ്ഥാന നേതൃത്വത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ജില്ല വിട്ടു വന്നിട്ടുണ്ട്, പ്രവചനത്തിന് പോയിട്ടുണ്ട് എന്നതിനപ്പുറത്ത് പൂർണ്ണമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ചുമതല കാസർഗോഡ് ജില്ല അല്ലാതെ വന്നിട്ടുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ രീതിയും ഇവിടുത്തെ പ്രവർത്തന ശൈലിയും ഒക്കെ പിന്നെ അല്പസ്വല്പം മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. കോമൺ ആയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ആണെങ്കിലും അതത് പ്രദേശത്തെ, പ്രത്യേകിച്ച് അതത് ജില്ലകളുടെ പ്രത്യേകത അനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാവാം, അവിടുത്തെ ശൈലി ഉണ്ടാവാം, അവിടുത്തെ പ്രവർത്തന രീതി ഉണ്ടാവാം. ഇതൊക്കെ അല്പസ്വല്പം വ്യത്യാസമുണ്ട്. ഇപ്പൊ കാസർഗോഡ് തന്നെ കാസർഗോഡിന്റെ വടക്കേ അറ്റത്തെ ഒരു രീതിയാണ്, കാസർഗോഡിന്റെ തെക്കേ അറ്റത്ത് മറ്റൊരു രീതിയാണ്. അപ്പം ഇപ്പൊ ഒരു മണ്ഡലത്തിൽ തന്നെ പല മലയോരത്തുനിന്നായിരിക്കും തീരദേശത്തും മറ്റൊരു രീതിയായിരിക്കും. ഒരു മണ്ഡലത്തിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും, ജില്ലകളിൽ വ്യത്യാസമുണ്ട്, ജില്ലക്കകത്ത് വ്യത്യാസമുണ്ടാവും, സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഇവിടുത്തെ പ്രവർത്തന ശൈലി എന്തായിരുന്നു, ഇവിടുത്തെ സ്ട്രാറ്റജി എന്തായിരുന്നു, എങ്ങനെയാണ് ഇവിടുത്തെ നേരത്തെയുള്ള പ്രവർത്തന രീതി എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ഇവിടുത്തെ പ്രവർത്തകരുമായി ചർച്ച നടത്തി എന്താണ് നമുക്ക് പൊതുവായിട്ട് ഇവിടെ രാഷ്ട്രീയമായിട്ട് നമുക്ക് വികസിച്ചെടുക്കാൻ, നമ്മുടെ പാർട്ടിയുടെ അടിത്തറ വർദ്ധിപ്പിക്കാൻ എന്താണ് ജനകീയമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റാൻ എങ്ങനെ സാധിക്കും എന്നത് ഇവിടുത്തെ പ്രവർത്തകരുടെയും കൂടി ഇവിടുത്തെ നേതാക്കന്മാരുടെയും കൂടി അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൂട്ടായിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് ഇവിടെ ഓരോന്നുമായിട്ടും നടപ്പിലാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ അവിടെ രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു 2 മണ്ഡലമുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ട് എന്നുള്ള ആ അനുഭവവും കുറച്ചൊക്കെ ഒരുപക്ഷെ ഇവിടുത്തെ കാര്യങ്ങളിലും കുറച്ച് ഉപകരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസമാണ്. എന്തായാലും ആ മാറ്റം എന്ന് പറയുന്നത് ഗുണകരമായ മാറ്റമാണോ, അല്ല കണ്ണൂരിൽ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ താങ്കൾക്ക്? ഇല്ല, കണ്ണൂരിൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് പ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ പ്രവർത്തകരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് ഓർക്കുമ്പോൾ അഭിമാനം കൊള്ളുകയാണ്. വളരെ ഒരു ഒറ്റപ്പെട്ട വീട് മാത്രമേ ഉള്ളവിടത്തും BJP ആണ് എന്ന് പറഞ്ഞ് തലയുയർത്തി നെഞ്ഞു വിരിച്ച് പ്രവർത്തിക്കാനുള്ള ധൈര്യവും ആർജവും അവരുടെ ആദർശവും ആവേശവും അത് എല്ലായിടത്തും ഒരു ആവേശം തന്നെയാണ്, അല്ലെങ്കിൽ അത് മാതൃകാപരം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തകരുള്ള കണ്ണൂരിൽ പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് വേണ്ടത്ര രീതിയിൽ വോട്ട് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നമുക്ക് വളർന്നു വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ വിരുദ്ധതയുടെ ഒരു ഭാഗമായി തന്നെയാണ് ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്, മാർക്സിസ്റ്റ് വിരുദ്ധത അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള വോട്ട്, ഈ വോട്ട് സമാഹരിക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. BJP പരാജയപ്പെടുന്നു എന്നതിനേക്കാളും നമുക്ക് പറയാൻ സാധിക്കുക കോൺഗ്രസ് വിജയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കെ സുധാകരന്റെ പ്രവർത്തനം അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഖംമൂടി ഉള്ളതുകൊണ്ട്. പക്ഷേ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, പാർട്ടി പ്രവർത്തകർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ മാർക്സിസ്റ്റ് വിരുദ്ധ നിലപാട് എന്ന് പറയുന്നത് വെറും അതൊരു മുഖംമൂടിയാണ് എന്നുള്ളത് പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തുറന്നു കാട്ടാൻ ഇത്തവണ NDAക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കാരണം മാർക്സിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്നത് വോട്ട് നേടാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ഒരു വിരോധവുമില്ല, ഒരു കാര്യവുമില്ല. പിന്നെ വേറെ കോൺഗ്രസും യഥാർത്ഥത്തിൽ കണ്ണൂരിലെ മാർക്സിസ്റ്റ് അക്രമത്തിന്റെ ഇരയായിട്ടുള്ളവർ, അതുപോലെ തന്നെ മാർക്സിസ്റ്റ് വിരുദ്ധ മനോഭാവമുള്ളവർ, നിലപാടുള്ളവർ ഒരു കാര്യം ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ ഇത്തവണ പറഞ്ഞിട്ടുള്ളത്. കാരണം എവിടെയൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ട് ഉള്ള പ്രതിപക്ഷത്തോ അല്ലെങ്കിൽ ഭരണപക്ഷത്തോ ഉള്ളത്, അവിടെ ഒരിക്കലും കോൺഗ്രസുള്ളിടത്ത് മാർക്സിസ്റ്റ് പാർട്ടിയെ തുടച്ചു നീക്കാൻ, ഇടതുപക്ഷത്തെ തുടച്ചു നീക്കാൻ ഒരിക്കലും അവർ ആഗ്രഹിച്ചിട്ടില്ല, നടത്തിയിട്ടുമില്ല, ഒരിക്കലുമില്ല. അവർ തമ്മിൽ അധികാരം പങ്കിടുക എന്നത് മാത്രമാണ്. ആ അധികാരം പങ്കിടുന്നതിൽ തമ്മിൽ ഗുസ്തിയാണെന്ന് കാട്ടിക്കൂട്ടുക മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒന്നുമില്ല, അങ്ങനെ ഒന്നും വിരോധവുമില്ല, അങ്ങനെ ഒന്നുമില്ല. തമ്മിലൊരു അന്തർധാരയുണ്ട്. നമ്മൾ തമ്മിൽ
ഇത് വെച്ച് പങ്കിടണം എന്നുള്ളത്. അധികാരവും അതുപോലെ തന്നെ ബാക്കിയല്ല രാഷ്ട്രീയ അധികാരമെല്ലാം വെച്ച് പങ്കിട്ട് ജനങ്ങളുടെ മുമ്പിൽ മൂന്നാമത്തെ ഒരു ശക്തി വരരുത് എന്നുള്ളതാണ്. അത് നമുക്ക് കേരളത്തിൽ അത് വളരെ പ്രകടമായിട്ട് കാണാൻ സാധിക്കും. കേരളത്തിൽ ഇടത് അല്ലെങ്കിൽ വലത് എന്നുള്ളതിൽ ആ രണ്ടിൽ മാത്രമായിട്ട് നിൽക്കുകയാണ്. മൂന്നാമതൊന്ന് വരുമ്പോൾ ഇവർ രണ്ടുപേരും അവരുടെ പ്ലാറ്റ്ഫോം ഒന്ന് തന്നെയാണ്, ഒരേ വേദിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു മാർക്സിസ്റ്റ് പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ അവർ തുടച്ചു നീക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ അവർക്ക് ഉള്ള വായു കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ് ആണ് എല്ലായിടത്തും. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി ഇല്ലാതാകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് അധികാരത്തിൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയ വായു കൊടുത്തിട്ടുള്ളത്, പ്രാണവായു കൊടുക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അത് നമുക്ക് നെഹ്റുവിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത് BJP വളർന്നു വരുമ്പോഴാണ്. അഖിലേന്ത്യാ തലത്തിൽ BJP വളർന്നു വന്നപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടി തുടച്ചു നീക്കപ്പെട്ടത്. അതിന് വളരെ പ്രകടമായിട്ടുള്ള ഉദാഹരണം നമുക്ക് പശ്ചിമ ബംഗാളിൽ കാണാൻ സാധിക്കും. പശ്ചിമ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി 10-35 വർഷം അധികാരത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ പ്രതിപക്ഷം കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസും അവിടെ നിന്ന് മാറിപ്പോയിട്ടില്ല, മാർക്സിസ്റ്റ് പാർട്ടിയും പോയിട്ടില്ല, തമ്മിൽ അധികാരം പങ്കിടുന്ന ഒരു സാഹചര്യം വന്നു. ത്രിപുരയിലും അതെ, ത്രിപുരയിൽ BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 2% മാത്രമായിരുന്നു. അതുവരെ എന്തായിരുന്നു? അതുവരെ മാർക്സിസ്റ്റ് പാർട്ടി അവിടെ അധികാരത്തിലുണ്ട്, പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഉണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് എക്കാലത്തും ആഹ്വാനം ചെയ്യും, പക്ഷെ തോൽപ്പിക്കാൻ അവർക്ക് ആവുന്നില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആത്യന്തികമായിട്ട് അവരെ ഇല്ലാതാക്കാൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് താല്പര്യമില്ല. അവരെന്നും മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാനങ്ങളിൽ നിൽക്കുന്നിടത്ത് അവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷമായിട്ട് മാറാൻ ത്രിപുരയിൽ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് അഖിലേന്ത്യാ നേതൃത്വം സമ്മതിക്കാറില്ലായിരുന്നു. അത് അവിടുത്തെ കോൺഗ്രസ്സുകാർ തിരിച്ചറിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് ഒന്നടങ്കം BJPയിലേക്ക് ത്രിപുരയിൽ ഒഴുകി വരികയും 2% നിന്നും നേരെ അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നമ്മൾ നോക്കേണ്ടത്, പശ്ചിമ ബംഗാളിൽ അങ്ങനെ ഒരിക്കൽ കോൺഗ്രസ് അല്ലാതെ ഒരു പാർട്ടി അവിടെ TMCയും BJPയും കൂടി വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവിടെ സ്പേസ് ഇല്ലാതായി. അവർക്കൊരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലേക്ക് അവരാകെ കോർണർ ചെയ്യപ്പെട്ടു. അതേപോലെയാണ് ത്രിപുരയിലും അവർക്ക് BJP വന്നപ്പോൾ അവർക്കൊരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത വിധത്തിലേക്ക് രാഷ്ട്രീയമായിട്ട് അവർ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രതിരോധിക്കാൻ BJPക്ക് സാധിക്കൂ എന്നുള്ളത് വളരെ സത്യമാണ്. ആ സത്യം നമുക്ക് ത്രിപുരയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് അവരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അവർക്ക് പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പിൽ ഒരു 2-3 പതിറ്റാണ്ട് അധികാരത്തിൽ ഉണ്ടായിട്ട് ഒരിക്കൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോയപ്പോൾ അവർക്ക് അവിടത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ ആളെ കിട്ടാത്തൊരു സ്ഥിതി വരെ വന്നു. അതാണ് ഈ വ്യത്യാസം. കോൺഗ്രസ് അതുപോലെ തന്നെ മാർക്സിസ്റ്റ് വിരുദ്ധത പറഞ്ഞ് കോൺഗ്രസ് നിലനിൽക്കുമ്പോൾ തിരിച്ച് മാർക്സിസ്റ്റ് നിലനിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ എതിരായിട്ട് നിലനിൽക്കുമ്പോൾ അവര് എന്നും അവിടെ നിൽക്കും. പക്ഷെ BJP അതിന്റെ പകരമായിട്ട് വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതാകുന്നു. അതുകൊണ്ടാണ് കേരളത്തിലും അവര് വളരെ ജാഗ്രതരായിട്ട് BJPയുടെ വളർച്ചയെ തടയാൻ വേണ്ടിയിട്ട് കോൺഗ്രസുമായിട്ട് UDFുമായിട്ട് സജീവമായിട്ട് അവര് ഒരുമിച്ച് നിൽക്കുകയും അവര് എവിടെയൊക്കെയാണോ BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ളത് അവിടെ തോൽപ്പിക്കാൻ ക്രോസ് വോട്ട് ചെയ്യുകയും UDFുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നത് അതുകൊണ്ടാണ്. അവർക്കറിയാം ഒരിക്കൽ BJP വന്നാൽ ഏറ്റവും വലിയ അടി വരാൻ വേണ്ടി പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കാണ്. അതുകൊണ്ട് അവര് BJP വരാൻ ഒരിക്കലും സമ്മതിക്കാതിരിക്കുന്നത് ഈ പ്രതിപക്ഷമായിട്ടുള്ള UDFന്റെ ഒപ്പം നിലകൊള്ളുന്നത് അതുകൊണ്ടാണ്. അത് മഞ്ചേശ്വരം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ മഞ്ചേശ്വരത്തും കാസർഗോഡും ഞങ്ങൾ ജയിക്കാതാക്കുന്നത് ഒരു ഘടകം അതാണ്. ഒരിക്കൽ ജയിച്ചാൽ പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവാണ്. പക്ഷെ ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ജനങ്ങളിപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന വർഗീയതയ്ക്കെതിരെ എന്ന് പറയുന്നത് വെറും മുഖമുടിയാണ്. അത് യഥാർത്ഥത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള, ജനങ്ങളെ ഈ പണ്ട് ഇപ്പോഴും ഉണ്ട് അമ്മമാരൊക്കെ ചെറിയ കുഞ്ഞിനെ ഭൂതത്താനെയൊക്കെ ഇല്ലാത്തൊരു ഭൂതത്താനെയൊക്കെ കാണിച്ചിട്ടാണ് പേടിപ്പിക്കുക, എപ്പോഴും പേടിപ്പിച്ച് നിൽക്കുക. അതേപോലെ വികസനം ഇവിടെ ഇല്ലെങ്കിലും
വർഗീയത വളരരുത്. ഇവിടെ RSS സംഘപരിവാർ ശക്തികൾക്ക് ഒരിക്കലും കേരളത്തിൽ വളരാനുള്ള വളക്കൂറുള്ള മണ്ണല്ല എന്ന് ആവർത്തിച്ചു പറയുന്നത് കാരണം ഇത് അവർക്ക് വർഗീയതക്കെതിരായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘപരിവാറിനെതിരായിട്ടോ ഉള്ളത് കൊണ്ടല്ല, അങ്ങനെ ആയതുകൊണ്ടല്ല, വർഗീയത ഉള്ളത് കൊണ്ടല്ല, അതൊക്കെ അവർക്ക് അറിയാം. പക്ഷെ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ വർഗീയത എന്ന് പറയുന്ന ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ കേരളം ഇന്ത്യയുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനം എന്ന് വെറുത്തി തീർത്ത് അവര് സ്വന്തം അധികാരവും സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പും ഇവിടെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നോക്കുന്നത്. ജനങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 2019 ഈ 2023, 24 സർവേകളിലൊക്കെ കാണിക്കുന്ന പ്രകടമായിട്ടുള്ള വ്യത്യാസം. 2019 താങ്കൾക്ക് അറിയാം, ഒരു 16 മുതൽ 19% നരേന്ദ്രമോദിജിക്ക് ഒരു പിന്തുണ ഉണ്ടായിരുന്നത് കേരളത്തിൽ. പക്ഷെ ഇത്തവണ അത് മാറി. ഇന്നിപ്പോ അത് 35-40%, അതിന് സിറ്റികളിൽ അതിനേക്കാൾ 70% ചില സർവേകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം നരേന്ദ്രമോദിജിക്ക് അനുകൂലമായിട്ടുള്ള, BJPക്ക് അനുകൂലമായിട്ടുള്ള, വികസനത്തിന് അനുകൂലമായിട്ടുള്ള അജണ്ട കേരളത്തിലും രൂപപ്പെട്ടു വരുന്നു. ജനങ്ങൾ അത് തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവാണ് ജനങ്ങൾ കൂടുതൽ ആകർഷിതരായിട്ട് ഇന്ന് NDAയിലേക്ക്, BJPയിലേക്ക് വോട്ട് ചെയ്യാനുള്ള പ്രേരണയും അതുപോലെ തന്നെ പരസ്യമായിട്ട് ഇന്ന് വരികയും ചെയ്യുന്നത്. ഇന്ന് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ചർച്ച നടത്തിയിട്ടുള്ളത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ BJPയുടെ വോട്ട് എങ്ങോട്ട് പോകുന്നല്ല. ഇപ്പോ രണ്ടു കൂട്ടരും പറയുന്നത് ഞങ്ങളെക്കാൾ കൂടുതൽ BJPക്ക് ആള് പോയിട്ടുള്ളത് നിങ്ങളുടെ ആൾക്കാരാണ്. അങ്ങനെയുള്ള തർക്കമാണ്. LDF എന്നാണോ CPM എന്നാണോ കൂടുതൽ ആൾക്കാർ പോയത്? ആരൊക്കെയാണെന്ന് ഒരു കോൺഗ്രസ്സുകാർ ലിസ്റ്റ് എടുക്കുകയാണ്. തിരിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയും DYF ഒക്കെ കോൺഗ്രസിൽ നിന്ന് BJPക്ക് പോയവരുടെ ലിസ്റ്റ് എടുക്കുകയാണ്. ഈ ആൾക്കാർ കൂടുതൽ BJPയിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചർച്ച. ഏറ്റവും അവസാന നിമിഷം വരെ ചർച്ച അതായിരുന്നു, ആദ്യം തൊട്ട് അവസാനം വരെ. ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ BJPയുടെ വളർച്ചയാണ്. BJP ആണ് കേരളത്തിലെ പ്രതീക്ഷ. ഭാവിയിൽ ഇന്നിങ്ങനെയാണെങ്കിൽ, ഇന്ന് നിയമസഭയിൽ 0 ആണെങ്കിലും നാളത്തെ പ്രതീക്ഷ BJP ആണ് എന്നുള്ളതിന്റെ ഒരു ചൂണ്ടുപലകയാണ് BJPയിലേക്ക് ആൾക്കാർ ഒഴുകി വരുന്നത്. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തൊട്ട് ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾക്കാരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ വരുന്നത് സൂചിപ്പിക്കുന്നത് BJPയുടെ വളർച്ചയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ ചർച്ച, താങ്കൾ സൂചിപ്പിച്ചതുപോലെ BJPയിലേക്ക് നേതാക്കൾ, പ്രവർത്തകർ ഒഴുകുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ച. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ BJP നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ള വിവാദം. ആ വിവാദം CPMന് ഏതെങ്കിലും തരത്തിൽ വോട്ട് ചോരാൻ ഇടയാക്കുന്ന ഒരു വിവാദമായി മാറി എന്ന് BJP കരുതുന്നുണ്ടോ? ആ വിഷയം വന്നാലും വന്നിട്ടില്ലെങ്കിലും BJPക്ക് CPMന്റെ വോട്ട് വരുമായിരുന്നു, വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ വോട്ടും വരുമായിരുന്നു. ഇവിടെ അത് സൂചിപ്പിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ഒരു സൂചനയാണ്. CPMന്റെ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാക്കൾ അടക്കം BJPയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സൂചന. അപ്പോ പഴയതുപോലെ BJPയെ തൊട്ടുകൂടാത്ത പാർട്ടിയായിട്ട് മാറ്റാൻ സാധിക്കില്ല. പണ്ട് BJP, ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ BJP ആയതുകൊണ്ട് മാത്രം മിണ്ടില്ല, ഞങ്ങളോട് സംസാരിക്കില്ല, പരിപാടികൾ പങ്കെടുപ്പിക്കില്ല. അത് എന്നെ പോലെ സാധാരണ പ്രവർത്തകരല്ല. ശ്രീ O രാജഗോപാൽ റെയിൽവേ മന്ത്രിയായിട്ടുണ്ടാവുമ്പോൾ ഓനുണ്ടാ പരിപാടിക്ക് ഞാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഭരണാധികാരികളുള്ള നാടാണ് ഇപ്പോ അതൊക്കെ മാറി. ഇന്നിപ്പോ CPMന്റെയും കോൺഗ്രസിന്റെയും ഏറ്റവും ഉന്നതരായിട്ടുള്ള ആൾക്കാർ BJPയിലേക്ക് വരുന്നതിനെ കുറിച്ചിട്ടാണ്. ഒരു ഭാഗത്ത് EP വരുന്നതാണെങ്കിൽ മറുഭാഗത്ത് K സുധാകരൻ വരുമോ ഇല്ല എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പം ഇന്ന് കോൺഗ്രസിന്റെ ആയാലും ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടേതാണെങ്കിലും ഇന്ന് അവരെല്ലാം രാഷ്ട്രീയം മാറുന്നുണ്ടെങ്കിൽ അത് BJPയിലേക്ക് എന്നുള്ളതാണ്. അതെന്താ സൂചിപ്പിക്കുന്നത്? BJPയുടെ വളർച്ച, BJPയുടെ ഭാവി, കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ BJPയുടെ സ്പേസ്, നാളെ അധികാരത്തിൽ എത്താൻ വേണ്ടി പോകുന്ന പാർട്ടി എന്നുള്ളത് കൊണ്ടാണ്. അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ കേരളത്തിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ അവർ BJPയിലേക്ക് വരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും BJPയുടെ വോട്ടർമാരെ
വളരെ ആവേശം കൊള്ളിക്കുന്നു. നേരത്തെ ഉള്ളതുപോലെയുള്ള ചർച്ചകളല്ല, നേരത്തെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള നെഗറ്റീവ് ചർച്ചകളാണെങ്കിൽ ഇന്ന് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള പോസിറ്റീവ് ചർച്ചകളാണ് ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ശുഭസൂചകമാണ്. അത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ ആക്കം കൂട്ടുമെന്നുള്ളതാണ്. ഈ കെ സുധാകരൻ പല ഘട്ടത്തിലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്ന്. അത്തരം ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷ തന്നെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടാണോ സുധാകരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്? അതേക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കെ സുധാകരന് രാഷ്ട്രീയത്തിൽ ഇനി തുടരണം, ഭാവി വേണമെങ്കിൽ ബി ജെ പിയേ ഉള്ളൂ. അത് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് നിങ്ങൾ? സുധാകരൻ, ഞാൻ പറഞ്ഞില്ലേ, സുധാകരന് ഭാവി രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏക വഴി ബി ജെ പി ആണ്. എന്താണ് ആ വഴിയിലേക്ക് അദ്ദേഹം വരാൻ എന്താണ് തടസ്സം എന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്തെങ്കിലും തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടോ? ഈ KPCC പ്രസിഡന്റ് സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം ഇന്ന് ബി ജെ പിയിൽ ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് രാഷ്ട്രീയത്തിൽ ഹൈപ്പോത്തിക്കേഷൻ ഒരു സ്പേസും ഇല്ല. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നില്ലെങ്കിൽ വരുമായിരുന്നോ? അല്ലെങ്കിൽ നാളെ KPCC പ്രസിഡന്റ് ആയിരിക്കെ തന്നെ വന്നുകൂടായില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരിക്കെ ഇപ്പോ അദ്ദേഹത്തിന്റെ KPCC പ്രസിഡന്റ് ആണോ അല്ലേ എന്നുള്ളത് കോൺഗ്രസ്സുകാർക്കും അറിയില്ല, അദ്ദേഹത്തിനും അറിയില്ല. ഇപ്പൊ ആരാ പ്രസിഡന്റ് എന്ന് അറിയില്ല. ഇപ്പോ പലയിടത്തും ജില്ലാ സെക്രട്ടറിമാർ, CPM ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിട്ട് മത്സരിച്ചവർ ഇപ്പൊ തിരിച്ച് ഒന്നെന്ന് പറഞ്ഞുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. KPCC പ്രസിഡന്റ് ആയിരുന്ന സുധാകരൻ മത്സരിക്കുമ്പോൾ ബദൽ സംവിധാനം ഏർപ്പെടുത്തി അദ്ദേഹം പ്രസിഡന്റ് ചുമതല വേറെ ആളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോ എന്താ സ്ഥിതി എന്നുള്ളത് കോൺഗ്രസ്സുകാർക്കേ അറിയില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്നുള്ളത്, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുക എന്നുള്ളത് അറിയില്ല. കോൺഗ്രസിന്റെ പല സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ചിട്ട് വന്നിട്ടുണ്ട്. PCC പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്, മന്ത്രിമാർ വന്നിട്ടുണ്ട്, മുൻമന്ത്രിമാർ വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് BJP-യിലേക്ക് ഒരു KPCC പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ വരുന്നതൊന്നും വലിയ അത്ഭുതമൊന്നും അല്ല. അത് സാധാരണ നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ പോലെയാണ്. ഇന്ന് അതിനേക്കാൾ വലിയതൊന്നും ആരും ഇതാക്കുന്നില്ല. കാരണം BJP-ക്ക് ധാരാളം ഇത്തരം ആൾക്കാർ വരുന്നുണ്ട്. ഇതേ ഭാവി തന്നെ EP ജയരാജനും ഉണ്ടോ? EP ജയരാജൻ ഇപ്പം മനം മടുത്ത് പെൻഷൻ പറ്റി വീട്ടിലിരിക്കാൻ നിൽക്കുന്ന ആളെന്നാണല്ലോ. അപ്പൊ ആ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അധപ്പതനം എത്രമാത്രമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇത്രയും പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾക്ക് ഇനി ആ പാർട്ടിയിൽ തുടരുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന നിലക്ക് സംസ്ഥാന തലത്തിൽ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാവും ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള താക്കോൽ സ്ഥാനത്ത് നിൽക്കുന്ന മുഴുവൻ ഘടകകക്ഷികളെയും ഒരുമിച്ച് ഏകോപനം ചെയ്യാൻ ചുമതലപ്പെട്ട ഒരാൾക്ക് ആ പാർട്ടിയിൽ എത്രമാത്രം മനോവിഷമം അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും വലിയ നേതാവിന്റെ മാനസികാവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുടെ അവസ്ഥ എന്തായിരിക്കും? അതല്ലേ നമ്മൾ കാണേണ്ടത്. ഒരു സാധാരണ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം അല്ലെങ്കിൽ അനുഭാവിയായിട്ടുള്ള ഒരാൾക്ക് എത്രമാത്രം മനംമടുപ്പുണ്ടാവും. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധപ്പതനത്തെ കുറിച്ചിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. എല്ലാം ഒരാളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, എല്ലാം ഇതിനു മുമ്പേ ഇല്ലാത്ത വിധത്തിൽ വ്യക്തിപൂജയും ഒരാൾ മാത്രം കേന്ദ്രീകരിച്ചു, ഒരാളും ഒരു കുടുംബവും എന്ന നിലക്ക് മാത്രം കോൺഗ്രസിനെ പോലെ മാർക്സിസ്റ്റ് പാർട്ടിയും മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ധ്വനി. അതുകൊണ്ട് EP-യുടെ താങ്കളുടെ ചാനലിൽ കൊടുത്തിട്ടുള്ള അഭിമുഖം സൂചിപ്പിക്കുന്നത് അത്രയും മനസ്സ് മടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ മേധാവിന്റെ മാനസിക അവസ്ഥ അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താ? ജനങ്ങളുടെ അവസ്ഥ എന്താ? ആ പാർട്ടിയിൽ വിശ്വസിച്ച് ഇന്നലെ വരെ വോട്ട് ചെയ്തവരുടെ അവസ്ഥ എന്താ? അത് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർക്ക് ഇന്ന് നിലനിൽക്കുന്നത്, അവരവിടെ നിൽക്കുന്നത് വെറും ഒരു യാന്ത്രികമായിട്ടാണ്. മാനസികമായിട്ട് ഒരു സന്തോഷവും ഇല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും സേവനം ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സംതൃപ്തി വേണം. ആത്യന്തികമായിട്ട് അതാണ്. ഒരു പൊതുസേവനം ചെയ്യുമ്പോൾ, ജനങ്ങളെ സേവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു സമാധാനം. നമുക്ക് എന്തെങ്കിലും ഇത്രയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചുവല്ലോ. അങ്ങനെ തോന്നുന്നതിന് പകരം ഞാൻ കിട്ടുന്ന പെൻഷൻ കൊണ്ട് വീട്ടിലിരുന്ന്
സുഖമായിട്ട് ജീവിച്ചാൽ പോരെ എന്ന നിലയ്ക്ക് ഒരു അത്രയും ഉന്നതനായിട്ടുള്ളൊരു നേതാവിൻ്റെ അവസ്ഥ അത് നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറത്താണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇന്ന് അധികാരത്തിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്, പിന്നെ ഭീഷണി കൊണ്ട് മാത്രമാണ് പലരും അവിടെ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ അഴിമതിക്കാരായിട്ടുള്ള, എനിക്ക് എന്തായാലും കുഴപ്പമില്ല, എനിക്ക് അധികാരം വേണം, എനിക്ക് പണം വേണം എന്ന് വിചാരിക്കുന്നവർ മാത്രമാണ്, അതിൽ പ്രതീക്ഷിക്കുന്നവർ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. സ്വന്തം ആശയപരമായിട്ടാണെങ്കിൽ, ആദർശം പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആശയത്തിന് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ സ്വകാര്യ അഭിമാനമോ അഹങ്കാരമോ അവർ എന്നും ചൂണ്ടിക്കാണിക്കുന്നത് അവർ അധികാരമൊന്നുമല്ല, അവർ ചെങ്കുടിയാണ്. എന്താ ചെങ്കുടിയുടെ അവസ്ഥ? ഇന്ന് ചെങ്കുടി മാത്രം വെച്ചിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പോകുന്നുണ്ടോ? ഇന്ന് ചെങ്കുടി മാത്രം ഉയർത്തിയിട്ട് അവർക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുമോ? ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ഇല്ല. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് തന്നെ വന്ന ഒരു വേദിയിൽ അവർ ചെങ്കൊടി കാണിക്കലല്ല ചെയ്യുന്നത്, മറിച്ച് പച്ചക്കൊടി കാണിച്ചിട്ടാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ ചെങ്കൊടി താഴെ വെച്ചു അവര് പച്ചക്കൊടി ഉയർത്തുന്നു. പലയിടത്തും നമ്മൾ കണ്ണൂരിലും കാണാൻ സാധിച്ചിട്ടുള്ളത്, അതിക്ക് മഞ്ഞക്കൊടിയും പിടിക്കേണ്ടി വരുന്നു, നീലക്കൊടി പിടിക്കേണ്ടി വരുന്നു, വെള്ളക്കൊടി പിടിക്കേണ്ടി വരുന്നു. ഇങ്ങനെ സ്വന്തം കൊടിയിൽ പോലും അഭിമാനം കൊള്ളാൻ സാധിക്കാതെ ആ ചെങ്കൊടിയെ താഴെ വെച്ച് ഉപേക്ഷിച്ച് പോകേണ്ട ഒരു ഗതികേടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ. അവർക്ക് എന്താ ആദർശമുള്ളത്? ഈ ചെങ്കൊടിയെ നെഞ്ഞിലേറ്റി ഏത് പീഡനവും ഏത് ത്യാഗവും സഹിച്ച സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, അവരുടെ അനുഭാവികൾ, അവരുടെ സാധാരണ പ്രവർത്തകർ എങ്ങനെ ഈ നേതൃത്വത്തെ വിശ്വസിക്കും? അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ. അപ്പം അവര് ചെങ്കൊടി ജനങ്ങളെ ആകർഷിക്കാൻ സാധിക്കാത്ത ഒരു കൊടിയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കുറ്റസമ്മതമാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ഈ വേലിക്കെട്ടിൽ നിന്ന് പുറത്തു വരും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക്. ഈ ഇ.പി. ജയരാജന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ ബി.ജെ.പി. വെച്ച് പുലർത്തുമ്പോഴും ഈ ശോഭാ സുരേന്ദ്രൻ ഈ കാര്യത്തിൽ ഇ.പി. ജയരാജൻ ഇങ്ങനെ ചർച്ച നടത്തി എന്ന് വെളിപ്പെടുത്തിയത് അതൊരു മോശം തെറ്റായ ഒരു സമീപനമായി പോയി എന്നുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തൽ ബി.ജെ.പിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇ.പി. ജയരാജൻ വരുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുന്ന രീതിയിലേക്കായി പോയി ആ പരസ്യമായ ആ ഒരു പ്രഖ്യാപനം എന്ന വിലയിരുത്തൽ ബി.ജെ.പിയിൽ നടക്കുന്നുണ്ടോ? അതൊരു ശരിയായ നിരീക്ഷണം കൂടിയല്ലേ അത്? ഇല്ല, ആ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട ആളല്ല ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ആ കാര്യത്തെ സംബന്ധിച്ചൊന്നും അഭിപ്രായം പറയേണ്ട വലിയ നേതാവൊന്നും അല്ല ഞാനൊരു ചെറിയ പ്രവർത്തകനാണ്. അതുകൊണ്ട് ആ അഭിപ്രായ പ്രകടനം നടത്താൻ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് ആ കാര്യത്തിലൊന്നും എൻ്റെ അഭിപ്രായം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ഈ നേതാക്കളൊക്കെ ഇങ്ങനെ വരാൻ ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകൾ നടക്കുന്ന കൂട്ടത്തിൽ ഇന്നയാൾ ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ മര്യാദയാണോ എന്നുള്ള കാര്യത്തിലെ ഒരു തർക്കമുള്ളൂ. അതൊക്കെ പറയുന്നവരാണ് ആലോചിക്കേണ്ടത്. എനിക്കതിൽ അഭിപ്രായമൊന്നുമില്ല. ഞാൻ അഭിപ്രായം പരസ്യമായിട്ട് പറയുന്നുമില്ല. എൻ്റെ അഭിപ്രായം എൻ്റെ പാർട്ടിയിൽ പറയും. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഈ ബി.ജെ.പിയുടെ ഒന്നുമില്ലാത്ത കാലത്തെ ആ പ്രവർത്തനം, കണ്ടാൽ മിണ്ടാ പോലും ആളുകൾ മടി കാണിക്കുന്ന ആ കാലം. ആ കാലത്തെ പല നേതാക്കളും ഇന്ന് ഉണ്ട്. പക്ഷേ പാർട്ടിയിലേക്ക് പുതുതായി വരുന്ന ആളുകൾ ഇങ്ങനെ സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ബി.ജെ.പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, ദേശീയ സമിതി അംഗം, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ, ഇങ്ങനെ പല പദവികളിലും എത്തുകയാണ്. നിങ്ങളെപ്പോലുള്ളവർ ഒന്നുമില്ലാത്ത കാലത്ത് ഈ ബി.ജെ.പിയിൽ അതിൻ്റെ ആദർശത്തിൽ അടിയുറച്ച് പ്രവർത്തിച്ച് ഇങ്ങനെ വന്ന ആളുകൾ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു. ഒരു പരിഭവം സ്വാഭാവികമല്ലേ? അങ്ങനെ പറയാനില്ലല്ലോ. ഞാൻ സംസ്ഥാന സെക്രട്ടറി അല്ലേ. എന്നെ പാർട്ടി 2 തവണ ജില്ലാ പ്രസിഡന്റാക്കി, 2 തവണ ജില്ലാ ജനറൽ സെക്രട്ടറി ആക്കി. യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു, 2 തവണ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു. അല്ല, ഞാൻ പറഞ്ഞത് ആർക്കായാലും അർഹിക്കുന്ന അംഗീകാരം കൊടുക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. ആ അഭിപ്രായങ്ങളും അപ്രസക്തവുമല്ല. അതേപോലെ തന്നെ പാർട്ടി വളരുമ്പോൾ പുതിയ ആൾക്കാർ വരും, അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കേണ്ടി വരും, പദവികൾ കൊടുക്കേണ്ടി വരും, പുതിയ ആൾക്കാരെ മത്സരിപ്പിക്കേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമായിട്ടും വളരുന്ന പാർട്ടിയുടെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് ആ വളർച്ചയിൽ എല്ലാവരും സന്തോഷിക്കുകയാണ്.
ആ വളർച്ചയിൽ എല്ലാവരും സന്തോഷിക്കുകയാണ്. വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കിട്ടിയോ നഷ്ടപ്പെട്ടോ എന്നതിനപ്പുറത്ത് പാർട്ടിയുടെ ആ വളർച്ചയിൽ എല്ലാവരും സന്തുഷ്ടരാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ വരാനുള്ള സ്വാഗതം ചെയ്യുന്ന ഒരു രീതിയാണ് BJP-യിൽ കാണുന്നത്. ഈ കണ്ണൂരിൽ ഏതെങ്കിലും തരത്തിൽ ഈ പുതുതായിട്ട് ഏതാണ്ട് 2 മാസം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാണ്ട് 2 മാസം മുമ്പ് മാത്രമാണ് സി രഘുനാഥ് BJP-യിലേക്ക് വന്നത്. അപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയാകുന്നു. നിങ്ങൾക്ക് തുടക്കത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? പരമ്പരാഗതമായി ഈ കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെടുത്തുമോ എന്നൊരു ഭയം നിങ്ങളെ വേട്ടയാടിയിരുന്നു ആ ഘട്ടത്തിൽ? അങ്ങനെ ഒരു വോട്ട് മാറും അല്ലെങ്കിൽ വോട്ട് കിട്ടില്ല എന്നുള്ള ഭയമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. സ്വാഭാവികമായിട്ടും പുതിയ ഏതൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ പുതിയൊരാളെ പ്രഖ്യാപിക്കുമ്പോൾ അതിന് ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായത്തിനപ്പുറത്ത് BJP-യിൽ യാതൊരു തരത്തിലുള്ള ചലനവും സൃഷ്ടിച്ചിട്ടുമില്ല. കണ്ണൂരിൽ അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് ഒരു അഭിപ്രായ പ്രകടനം, ചില ആൾക്കാർക്ക് ഏതെങ്കിലും അഭിപ്രായം പ്രകടനം ഉണ്ടോ എന്നറിയില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ഏതായാലും നല്ലതാണ് എന്ന നിലക്ക് തന്നെയാണ് എല്ലാവരുടെയും പൊതുവായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിട്ടുള്ളത്. കാരണം പുതിയ ആൾക്കാർ വരുന്നു, പുതിയൊരു ഊർജത്തോട് കൂടിയിട്ട് നമുക്ക് പുതിയ ആൾക്കാർ വരുമ്പോൾ അവരുടെ പരമ്പരാഗതമായിട്ട് BJP-ക്ക് ഒപ്പം നിൽക്കുന്ന വോട്ടിനൊപ്പം തന്നെ പുതിയ ആൾക്കാർ വരുമ്പോൾ പുതിയ മേഖലയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനും അവിടെയൊക്കെ പാർട്ടി വളരാനും ഒക്കെ ഇത് ഉപകരിക്കും എന്ന നിലക്കാണ് സ്ഥാനാർത്ഥിത്വത്തിനൊക്കെ കാണുന്നത്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. താങ്കൾ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, അതായത് കെ സുധാകരന് ഒപ്പം നിൽക്കുന്ന ആളുകൾ തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പല കാര്യങ്ങളും ഞങ്ങളുമായി പങ്കുവെക്കുക അല്ലെങ്കിൽ ഒരു സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അത് എങ്ങനെയാണ്? അവർ BJP-യിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളാണോ, അല്ല അവിടെ നിന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കുകയാണോ? എന്താണ് അതിൽ? കെ സുധാകരന്റെ പ്രവർത്തനത്തിൽ നിരാശ കൊണ്ടിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ വാർ റൂമിൽ തന്നെ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് വാസ്തവമാണ്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. സുധാകരൻ പരാജയപ്പെടും ഉറപ്പായിട്ടും. അതാണോ സംഭവിക്കാൻ പോകുന്നത്? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എതിർ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഞങ്ങളുടെ സ്ഥാനാർത്ഥിനെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന എന്തിനാ? ആ സ്ഥാനാർത്ഥി ജയിക്കണം. സ്വാഭാവികമായിട്ടും മറ്റു സ്ഥാനാർത്ഥികൾ തോൽക്കണമെന്നാണല്ലോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹമാണ് കെ സുധാകരൻ തോൽക്കണം, MV ജയരാജൻ തോൽക്കണം. ഞങ്ങളുടെ ആഗ്രഹമാണ്. അതിനുവേണ്ട ഞങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വോട്ട് ഏതായാലും ഇനിയിപ്പോ നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഇനി ഞങ്ങൾ ജയിക്കും എന്ന് നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറയുന്നത് നിങ്ങളുടെ ഒരു രീതി. പക്ഷെ എന്തായാലും വോട്ടിങ്ങിന്റെ ഇതുവരെയുള്ള നമ്മുടെ ഒരു കണക്കുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതായാലും ഇത്തവണ BJP ജയിക്കാനുള്ളൊരു സാധ്യതയില്ല എന്ന് തന്നെയാണല്ലോ ഒരു വിലയിരുത്തൽ. പക്ഷേ നിങ്ങളുടെ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിക്കുമെന്നത് അതൊരു യാഥാർത്ഥ്യമായ കാര്യമാകാനും പോകുന്നുണ്ട് എന്ന് പൊതുവായ ഒരു വിലയിരുത്തലുണ്ട്. നിങ്ങൾ വിജയിക്കുന്നില്ലെങ്കിൽ അവിടെ വിജയിക്കുന്നത് ആരായിരിക്കും? കെ സുധാകരൻ പരാജയപ്പെടും എന്ന് തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ MV ജയരാജന് ഒരു സാധ്യത ഇവിടെ തെളിയുകയാണോ? അതൊന്നും എനിക്കറിയില്ല. ആര് ജയിക്കും? ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. അതിൽ ഞങ്ങൾ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. BJP-യെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിലുള്ള മണ്ഡലങ്ങളേ ഉള്ളൂ. ഒന്ന് ജയിച്ച മണ്ഡലം, പിന്നൊന്ന് ജയിക്കാനുള്ള മണ്ഡലം. ഉറപ്പിച്ച് ഞാൻ പറയാം, കണ്ണൂർ ജയിക്കാനുള്ള മണ്ഡലം എന്ന നിലയ്ക്ക് പാകപ്പെട്ടിരിക്കുന്നു. ആ വിജയം വിദൂരമല്ലാതെ BJP നേടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇപ്പൊ ഒരു C ക്ലാസ് മണ്ഡലം എന്നുള്ള രീതിയിലാണോ? C ഒക്കെ പോയി A+ എത്തും. BJP-യുടെ A+ മണ്ഡലമായിട്ട് കണ്ണൂർ മാറും, ഒരു സംശയം വേണ്ട. അതിനുള്ള പാകം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. വലിയ ആത്മവിശ്വാസമാണ്. ഉറപ്പായിട്ടും ഇവിടുത്തെ പ്രവർത്തകരുടെ സ്നേഹവും അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനവും അങ്ങനെ കണ്ടിട്ടുള്ള ഒരാൾ എന്ന നിലക്കാണ് എൻ്റെ ഈ ആത്മവിശ്വാസത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. ഈ ബേസ് എന്ന് പറയുന്നത് സുരേഷ് ഗോപി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ അടിവേര് ഇളക്കണം, എനിക്ക് കണ്ണൂരിൽ മത്സരിക്കണം, അതിന് അടിവേര് ഈ ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ അടിവേര് ഇളക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ണൂർ ഒരു ലക്ഷ്യം വെക്കുകയാണോ? ഈ CPM-ന്റെ അടിവേര്
ഇളക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണോ കണ്ണൂരിനെ നിങ്ങളിപ്പോൾ കാണുന്നത്? CPM-ന്റെ അടിവേര് അറക്കലോ കോൺഗ്രസിന്റെ അടിവേര് മുറിക്കലോ ഒന്നുമല്ല, BJP-യുടെ അടിവേര് ഇവിടെ താഴ്ത്തുക. ഇവിടെ BJP എന്ന ഒരു പാർട്ടി വലിയ വൻ വൃക്ഷമായിട്ട് അത് കണ്ണൂരിന് തണലായിട്ട് മാറണം എന്നുള്ളതാണ്. അത് വികസനത്തിന്റെ തണല്, അത് സമത്വത്തിന്റെ തണല്, അത് വലിയ സന്തോഷത്തിന്റെ തണല് ആയിട്ട് മാറണം എന്നുള്ളതാണ്. ആ ആഗ്രഹമാണ് ഞങ്ങൾ ഇവിടെ വളരുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അത് വളരുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. ഈ കേരളത്തിന്റെ ഭരണം എന്ന് പറയുന്നത് ഇത് ഏറ്റവും നിർണായകമാകുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളുമായി ബന്ധപ്പെട്ടാണ്. ഭൂരിപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് മറ്റ് പാർട്ടികളിലൊക്കെ തന്നെ ഇങ്ങനെ ഓരോരോ ശതമാനങ്ങൾ ഇങ്ങനെ പങ്കിട്ടു പോകുന്ന ഒരു സാഹചര്യം. ന്യൂനപക്ഷ വോട്ടുകൾ അത് നിർണായകമായി നിൽക്കുകയാണ്. അവരാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കണം ആര് തോൽക്കണം എന്നുള്ള രീതിയിലേക്ക്. ഇതൊരു ഗുണകരമായ രാഷ്ട്രീയമാണോ? അത് ന്യൂനപക്ഷങ്ങളും BJP ജയിക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോരാ, അങ്ങനെ ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. ഈ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പാർട്ടിയായിട്ട് BJP മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും പാർട്ടിയായിട്ട്. നിങ്ങളിപ്പം കിഴക്ക് പടിഞ്ഞാറ് നോക്കൂ, നോർത്ത് ഈസ്റ്റ് നോക്കൂ, അവിടെ ന്യൂനപക്ഷങ്ങൾ മാത്രമുള്ള സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരിക്കുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ MLA-മാരുള്ളത് BJP-ക്കാണ്. ക്രൈസ്തവർ ഇവിടുത്തെ ന്യൂനപക്ഷമല്ലേ. അപ്പം ന്യൂനപക്ഷത്തിൽപ്പെട്ട ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ, ക്രൈസ്തവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടിയാണ് BJP. പിന്നെ എങ്ങനെയാണ് BJP ന്യൂനപക്ഷം ഇപ്പോഴും അകറ്റി നിർത്തുന്നു എന്ന് പറയുന്നത്? അതൊക്കെ പഴഞ്ചൻ ചിന്തയാണ്. അങ്ങനെ അതൊക്കെ മാറി. BJP ജയിക്കുന്ന പല മണ്ഡലങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷം ഉള്ളിടത്ത് ജയിക്കുന്നുണ്ട്. മുസ്ലിം സമുദായം 40% ഉള്ളിടത്തൊക്കെ BJP ജയിക്കാറുണ്ട്. അപ്പോൾ BJP നേരത്തെ ഉള്ളതുപോലെ വെറും ന്യൂനപക്ഷങ്ങൾ മാറ്റി നിർത്തുന്ന, ന്യൂനപക്ഷങ്ങൾ അകറ്റി നിർത്തുന്ന, ന്യൂനപക്ഷങ്ങൾ തൊട്ടുകൂടാത്ത പാർട്ടിയായിട്ട് നിർത്തുന്ന ഒരു സ്ഥിതി അല്ല എന്നും അവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ജമ്മു കാശ്മീരിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അറിയാം. നിയമസഭയ്ക്കും അതുപോലെ തന്നെ ഉള്ള തെരഞ്ഞെടുപ്പിലൊക്കെ അതിൽ വരുമല്ലോ, അന്നേരം അറിയാം. ഇന്ന് ഏറ്റവും വലിയ റാലികൾ ജമ്മു കാശ്മീരിൽ നടക്കുകയാണ്, താഴ്വാരത്ത് നടക്കുകയാണ്. അവിടെ പർദ്ദ ധരിച്ചുള്ള സ്ത്രീകളടക്കം, മുസ്ലിം സ്ത്രീകളടക്കം BJP-യുടെ റാലിയിൽ പങ്കെടുക്കുന്നു. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതുവരെ അവരെ വോട്ട് ബാങ്കിന് വേണ്ടി പ്രത്യേകം മാറ്റി നിർത്തി അവരെ ഒരു സ്ഥലത്ത് ഇരുത്തുകയാണ് ചെയ്തിട്ടുള്ളത് കോൺഗ്രസും അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശിക പാർട്ടികളൊക്കെ. പക്ഷെ BJP വന്നപ്പോൾ അവർ മനസ്സിലാക്കി 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതോട് കൂടിയിട്ട് വികസനത്തിന്റെ അനന്ത സാധ്യത, അവിടെ ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണെന്ന്, അവിടെ നിക്ഷേപകരുടെ ക്യൂ ആണ്. അപ്പൊ നിക്ഷേപവും ടൂറിസവും അങ്ങനെ അവരുടെ ഉൽപ്പന്നങ്ങൾ പുറത്തുപോയി അതിന് കിട്ടുന്ന വില, ഇതൊക്കെ അവർക്ക് സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാശ്മീരിലെ ജനങ്ങൾ മാത്രമല്ല, പാക് ഓക്യുപ്പൈഡ് ആയിട്ടുള്ള കാശ്മീർ POK-യിലെ ജനങ്ങൾ പോലും ഇന്ന് ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ട് മാറണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് BJP-യെ ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയായിട്ട് അകറ്റി നിർത്താനുള്ള UDF-ന്റെയും LDF-ന്റെയും, അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമം ഇനി വില പോകില്ല എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. അതൊക്കെ ആ കാലൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് അവരെന്ത് പരിശ്രമിച്ചാലും, എന്ത് അപവാദ പ്രചരണം നടത്തിയാലും ഇനി BJP-യുടെ തേരോട്ടത്തെ തടയാൻ അവർക്ക് സാധിക്കില്ല. അതാണ് രാഷ്ട്രീയ ചിത്രം വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും BJP അംഗീകരിക്കും. ഇപ്പൊ തന്നെ ധാരാളം ആൾക്കാർ വരുന്നുണ്ടല്ലോ, മുസ്ലിം വിഭാഗത്തിലുള്ളവർ വന്നിട്ടുണ്ട്. കേരളത്തിലെ LDF-ന് ഒറ്റ സീറ്റ് ഇല്ലാതിരിക്കുകയും BJP-ക്കും UDF-ന് സീറ്റ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാറും. ചിലപ്പോൾ LDF-ഉം UDF-ഉം ഇല്ല, BJP മാത്രം, NDA മാത്രം എന്ന നിലയും വരാം കേരളത്തിൽ. അങ്ങനെ ഒന്നും ഉണ്ടായിക്കില്ലല്ലോ. BJP മാത്രം, കേരളത്തിൽ BJP മാത്രം, പ്രതിപക്ഷത്ത് ഒരു MLA ഇല്ലാത്തൊരു സ്ഥിതി വേണമെങ്കിൽ കേരളത്തിൽ വരാം. രാഷ്ട്രീയത്തിലൊന്നും എന്താ കഴിയാത്ത സാഹചര്യം. അത്രയധികം ഈ മോദി തരംഗം അത്രയധികം അലയടിച്ചിട്ടുണ്ടോ ശരിക്കും? ഉറപ്പായിട്ടും.
കാരണം ഇതുവരെ BJPക്ക് കേരളത്തിൽ പറ്റിയിട്ടുള്ളത് BJPയെ കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാവാതിരിക്കുകയും BJPയെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണയാണ് ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ മാറുന്നുണ്ട്. അത് മാറി BJP എന്താണെന്നുള്ളത് വാസ്തവത്തിൽ തിരിച്ചറിയുന്ന ഒരു ഘട്ടമാണ് കേരളത്തിലടക്കം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് BJP എല്ലാവർക്കും ഒപ്പം, എല്ലാവരുടെയും വികസനം എന്ന് മുദ്രാവാക്യത്തിൽ പറയുക മാത്രമല്ല പ്രാവർത്തികമാക്കുന്ന പാർട്ടിയാണ്. അത് ആ നിലപാട് എന്താണെന്ന് കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കിയത് നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുമ്പോഴാണ്. 2014 നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുന്നതിന് മുമ്പേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലും അത് പൊതുസമൂഹത്തിലും മൊത്തത്തിലും പറഞ്ഞു നടന്നത് നരേന്ദ്രമോദി ഏറ്റവും വലിയ ന്യൂനപക്ഷ വിരുദ്ധനാണ്, വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കും, ക്രൈസ്തവരെ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എന്നൊക്കെ പറഞ്ഞ് നടന്ന, ഇവിടെ അങ്ങനെയാക്കും, ഇവിടെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കും, ഇവിടെ ഹിന്ദു രാഷ്ട്രമാക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഭയത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച ആ സാഹചര്യവും ഈ 10 വർഷത്തിന്റെ ഭരണവും ജനങ്ങൾ തിരിച്ചറിയുന്നു. എനിക്കറിയുന്ന ധാരാളം ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിൽപ്പെട്ട ആൾക്കാർ. അവര് BJPയിലേക്ക് വന്നു. ഞാൻ അവരോട് സംസാരിച്ചു, നിങ്ങൾ BJPയിലേക്ക് വരാനുള്ള കാരണം എന്താ? അപ്പൊ അവർ പറഞ്ഞു 2014 വരെ ഞങ്ങൾ ഏറ്റവും വലിയ മോദി വിരുദ്ധരായിരുന്നു. അപ്പൊ മോദി വിരുദ്ധത പറയാൻ വേണ്ടി, മോദിയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മോദിയെ കുറിച്ച് പഠിച്ചു, RSSനെ കുറിച്ച് പഠിച്ചു തുടങ്ങി. സംഘപരിവാർ, RSS, പിന്നെ മോദിക്കെതിരെ പറയാനും പ്രസംഗിക്കാനും എഴുതാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മോദിയെ കുറിച്ച് പഠിച്ചു, RSSനെ കുറിച്ച് പഠിച്ചു, സംഘപരിവാറിനെ കുറിച്ച് പഠിച്ചു, ദേശീയതയെ കുറിച്ച് പഠിച്ചു. പഠിച്ചത് എതിരാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പഠിച്ചു വന്നപ്പോൾ അവര് ഞങ്ങളെക്കാളും വലിയ വക്താക്കളായി മാറി. അപ്പൊ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ പറയുന്ന രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി, നേട്ടത്തിന് വേണ്ടി BJPക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള അപപ്രചരണങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ വാസ്തവത്തെ തിരിച്ചറിയാനാക്കാത്ത വിധത്തിൽ അവരെ പുകമറയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുകമറ ഇന്ന് മാറുന്നു. വാസ്തവം തിരിച്ചറിയുന്നു. വാസ്തവം തിരിച്ചറിഞ്ഞാൽ BJPയിലേക്ക് വരും. അത് ഏത് ന്യൂനപക്ഷമായാലും ഏത് ഭൂരിപക്ഷമായാലും ഒരു വ്യത്യാസവും. ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത് BJPയാണ്. ഈ ഭാരതത്തിന്റെ ഭരണഘടനയെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന പാർട്ടി BJPയാണ്, ഒരു സംശയവും വേണ്ട. BJP അതുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഏതെങ്കിലും സംസ്ഥാനത്തെ പ്രതിപക്ഷത്തുള്ള സംസ്ഥാന സർക്കാരിന് പിരിച്ചുവിട്ടിട്ടുണ്ടോ? പക്ഷെ കോൺഗ്രസ് നോക്കൂ, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ വിരോധവും കാണിക്കാതെ എല്ലാവരോടും, അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും സമമായിട്ട് കാണുന്ന, ഭരണഘടനയെ അങ്ങേയറ്റം റെസ്പെക്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് BJP. എന്തായാലും കേരളത്തിലും താമര വിരിയുന്ന കാലം വിദൂരമല്ല എന്ന് തന്നെയാണ് BJP നേതാക്കളൊക്കെ തന്നെ ഉറക്കെ പറയുന്നത്. ആ കാലത്തിലേക്കുള്ള പോക്കാണ് ഇന്ന് പല നേതാക്കളും BJPയിലേക്ക് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ വരുന്നത്. ഈ പറയുന്ന വിവാദങ്ങളിൽപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഭാവിയിൽ BJPയിലേക്ക് എത്തും എന്ന ആത്മവിശ്വാസം നേതാക്കൾ പ്രകടിപ്പിക്കുന്നതും അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ്. എന്തായാലും ഇത്തവണ BJPയിൽ നിന്ന് വോട്ട് ചോർച്ചയില്ല എന്ന് നേതാക്കൾ പറയുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റ് 2 പാർട്ടികളിൽ നിന്നും വലിയ തോതിൽ ഇത്തവണ വോട്ട് സമാഹരിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് പറയുന്നത്. അദ്ദേഹം ഈ പറയുന്നത് കണ്ണൂരിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹമാണ് നേതൃത്വം നൽകിയത്. സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെയാണ് കണ്ണൂരിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ദിവസം മുതൽ അദ്ദേഹം കണ്ണൂരിൽ തന്നെ ക്യാമ്പ് ചെയ്ത് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാലാകാലങ്ങളായി മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ K. സുധാകരന് ലഭിച്ച വോട്ട് ഇത്തവണ അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ കണ്ണൂരിൻ്റെ ഫലത്തിൽ അത് എന്തൊക്കെ പ്രതിഫലനമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വോട്ടെണ്ണുമ്പോൾ ജൂൺ 4-ാം തീയതി കണ്ടു തന്നെ അറിയണം. എന്തായാലും കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ കഴിഞ്ഞ 1 മണിക്കൂർ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ച അഡ്വക്കേറ്റ് K. ശ്രീകാന്തിന്
കണ്ണൂർ വിഷൻ്റെ എല്ലാ ഭാവുകങ്ങളും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ അദ്ദേഹം ആദ്യമായാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് എത്തുന്നത്. അദ്ദേഹം ഞാൻ സംസാരിച്ച അല്ലെങ്കിൽ പ്രവർത്തകരായാലും നേതാക്കളായാലും അദ്ദേഹത്തിൻ്റെ ആ ഊർജ്ജസ്വലമായ പ്രവർത്തനം തങ്ങൾക്ക് ഏറെ മുതൽക്കൂട്ടായിട്ടുണ്ട് എന്ന് ഞങ്ങളോടൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നാം അത് കാണുകയും ചെയ്തിരുന്നു. കൊട്ടിക്കലാശത്തിൽ അത് പ്രത്യേകിച്ചും പാട്ടുപാടി നൃത്തം ചെയ്തുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശം മറ്റ് രണ്ട് മുന്നണികളിൽ നിന്നും വ്യത്യസ്തമായി ഏറെ ആഘോഷത്തോടു കൂടി നടന്ന ഒരു കൊട്ടിക്കലാശം കൂടി BJP ഇത്തവണ കണ്ണൂരിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച അഡ്വക്കേറ്റ് K. ശ്രീകാന്താണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. എന്തായാലും ക്വസ്റ്റ്യൻ അവർ ഇവിടെ സമാപിക്കുകയാണ്. BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ അടുത്തൊരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച കാണാം. ഈ കണ്ണൂർ വിഷന് എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ അവറിൽ എന്നെ അതിഥിയായിട്ട് ക്ഷണിച്ച് 1 മണിക്കൂറോളം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ യാതൊരു ഇടപെടലും നടത്താതെ പറയാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരികയും ഇവിടെ അതിഥിയായിട്ട് 1 മണിക്കൂറുകൾക്കൊപ്പം ചിലവഴിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അതോടൊപ്പം ശ്രീ മനോജ് മയ്യിൽ അദ്ദേഹത്തിനും അതുപോലെ കണ്ണൂർ വിഷനും പ്രത്യേകമായിട്ടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമസ്കാരം. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.